ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കണമെന്നത് യഹൂദന് നിയമമാണ്. അങ്ങനെ ഉപവസിക്കാത്തവർ അവിടെ ചോദ്യം ചെയ്യപ്പെടും. ഇന്ന് സഭാമാതാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളുടെ തലക്കെട്ട് തന്നെ ഉപവാസത്തെക്കുറിച്ചുള്ള തർക്കം എന്നാണ്. ഇതേ തർക്കങ്ങൾ പലതിനും ഇന്നും നമ്മുടെ കൂട്ടായ്മകളിൽ നിലനിൽക്കുന്നുണ്ട്. ഈശോ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. പിന്നീട് ഒരിക്കൽ പറയുന്നുണ്ട്, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. ഈ സത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കുമാണ് ഈശോ അന്ന് ശിഷ്യന്മാരെ കൂടെ കൂട്ടിയതും ഇന്ന് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ആ സ്വാതന്ത്ര്യം ഈശോയുടെയും ശിഷ്യന്മാരുടെയും ഇടയിലുള്ളതുകൊണ്ട് അവിടെ പരാതികളില്ല, പരിഭവങ്ങളില്ല, ആഹ്ലാദം മാത്രമായിരുന്നു. ഇതൊക്കെ കണ്ട് ഉപവാസത്തെ നിയമമായി കൊണ്ടു നടന്ന നിയമജ്ഞരും പരീശരും ഈശോയെ ചോദ്യം ചെയ്യാൻ, അതിന് ഈശോ കൊടുത്ത മറുപടിയുണ്ട്. അവർ ചോദിച്ച ചോദ്യം ഇതാണ്, നിന്റെ ശിഷ്യന്മാർ ആരും ഉപവാസം എടുക്കുന്നില്ലല്ലോ. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരീസിയരുടെ ശിഷ്യന്മാരും ഉപവാസം എടുക്കുന്നുണ്ടല്ലോ. അതിന് ഈശോ കൊടുത്തൊരു മറുപടിയുണ്ട്. മണവാളൻ കൂടെയുള്ളപ്പോൾ മധുവിധുകാലത്ത് മണവാട്ടിക്ക് എങ്ങനെ ഉപവസിക്കാൻ കഴിയും? 90% ഭാര്യാഭർത്താക്കന്മാരും പറയുന്നത് അവരുടെ ലൈഫിലെ ഏറ്റവും നല്ല കാലം മധുവിധുകാലം എന്നതാണ്. എവിടെ ചെന്നാലും നല്ല മുന്തിയ ഭക്ഷണം മാത്രം കിട്ടും, നല്ല കരുതൽ കിട്ടും, അങ്ങനെ കുറേ നല്ല കാലങ്ങൾ. മധുവിധുകാലം കഴിഞ്ഞ് പിന്നീട് എപ്പോഴെങ്കിലും ഈ എണ്ണം പറഞ്ഞ ബന്ധുക്കളുടെ വീടുകളിൽ ചെന്നാൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ അത് ഭാഗ്യം. ഇന്നത്തെ നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വന്നാൽ പിന്നെ ഈശോ പറയുന്നു, പഴയ തുണിയിൽ പുതിയ തുണി വച്ചു പിടിപ്പിക്കില്ല, പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് ഒഴിക്കില്ല. കാരണവന്മാർ പറയാറുണ്ട്, ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും. അതുതന്നെയാണ് അന്ന് ഈശോ പറഞ്ഞത്. കീറിപ്പോയ ഒരു പഴയ കുപ്പായത്തിൽ ഒരു പുതിയ കുപ്പായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പുതിയ തുണിയുടെ കഷ്ണം വെട്ടിയെടുത്ത് തുന്നിച്ചേർത്താൽ അത് എടുത്തു കാണിക്കും. പഴകുന്തോറും വീഞ്ഞിന് വീര്യം കൂടുകയാണ് ചെയ്യുന്നത്. പഴയ തോൽക്കുടത്തിൽ പുതിയ വീഞ്ഞ് ഒഴിച്ചു വെച്ചാൽ അതിന് വീര്യം കൂടുന്നതിനനുസരിച്ച് പഴകിയ തോൽക്കുടം വികസിക്കില്ല, അത് പൊട്ടും. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വന്നത് മോശയുടെ നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല, അത് പൂർത്തിയാക്കാനാണ്. ദൈവകരുണ സൃഷ്ടിയുടെ മേൽ ഉണ്ടാകാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ ഉപവാസം പണ്ടുകാലത്ത് പ്രഖ്യാപിച്ചിരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, യോനാ പ്രവാചകൻ നിനവയിൽ ഉപവാസം പ്രഖ്യാപിച്ചു. ദാനിയേൽ തൻ്റെ ജനത്തിൻ്റെ ഭാവി അറിയാൻ, ജനത്തിൻ്റെ മേൽ ദൈവകരുണ ഉണ്ടാകാൻ ഉപവാസം പ്രഖ്യാപിച്ചു. പക്ഷേ യഹൂദർ ഉപവാസത്തെ ഒരു നിയമമാക്കി മാറ്റി. നിയമങ്ങൾ എന്ന് പറയുന്നത് പാലിക്കപ്പെടാനുള്ളതാണ്. അത് ലംഘിച്ചാൽ ചിലപ്പോൾ ശിക്ഷയും കിട്ടും. ഉപവാസകാലം എന്ന് പറയുന്നത് എളിമപ്പെടലിൻ്റെയും ഒരു കാലം കൂടിയാണ്. യഹൂദന് ഉപവാസം നിയമമായതുകൊണ്ട് ഉപവാസം കൊണ്ട് അവരുടെ ഹൃദയങ്ങൾക്ക്, മനോഭാവങ്ങൾക്ക് ഒന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു ഇവരുടെ മനോഭാവങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിന്റെ ശിഷ്യന്മാർ ഉപവാസം എടുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അസൂയലുക്കളായ യഹൂദ പ്രമാണികളോട് ഇങ്ങനെ മറുപടി നൽകിയതും അതുകൊണ്ടാണ്. ഇന്നത്തെ വചനത്തോട് ചേർന്ന് നിന്ന് നമുക്കും
നമ്മിലേക്ക് തന്നെ ഒന്ന് തിരിയാം. എൻ്റെ ഭക്താഭ്യാസങ്ങൾ, എൻ്റെ ഉപവാസങ്ങൾ, എൻ്റെ ആത്മീയ ജീവിതമൊക്കെ ഒരു നിയമവാഴ്ചയുടെ ഭാഗമായിട്ടുള്ളതാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള പെടാപ്പാടാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു നമ്മളോട് പറഞ്ഞത്, നിങ്ങളുടെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ് കീറേണ്ടത്. നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും എല്ലാ ഭക്താഭ്യാസങ്ങളും ഈശോയോടുള്ള പ്രണയം കൊണ്ടാകട്ടെ, സ്നേഹം കൊണ്ടാകട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോടൊന്നിടപെടണേ.